നമസ്കാരം, ചാനൽ 91ലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ ഖബീർ ആൻമേരിയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ പാത്തുമ്മയുടെ ആളുടെ വിശേഷങ്ങളുമായാണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. പോകാം നമുക്ക് ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഹലോ, നമസ്കാരം സർ. ഹായ് മെഹദാബ്. നമ്മളിന്ന് പുതിയ ചിത്രമായ പാത്തുമ്മയുടെ ആളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് സാർ എത്തിയിരിക്കുന്നത്. എവിടെ വരെ എത്തി നമ്മുടെ ചിത്രത്തിൻ്റെ പൂർത്തീകരിച്ചു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അത് പാക്കപ്പായി. ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാൻ പോവുകയാണ്. നമ്മളതിലത്തെ മനോഹരമായ 3 പാട്ടിൽ 2 പാട്ട് ഓൾറെഡി നമ്മൾ അബുദാബിയിൽ വെച്ച് റിലീസ് ചെയ്തതാണ്. ഇനി ഒരു പാട്ട് ഇവിടെ വെച്ച് ഇറക്കാൻ പോവുകയാണ്. നമ്മുടെ സുന്ദരിക്കുട്ടിയും വളരെ മനോഹരമായ മെഹ്താബാണ് മനോഹരമായ പാട്ട് പാടിയിരിക്കുന്നത്. വളരെ രസമുള്ളൊരു പാട്ടാണ്. മെഹ്താബും നമ്മുടെ നിസാം കളിപ്പറമ്പും കൂടിയാണ് അത് പാടിയത്. നമ്മുടെ അൻവർ റഹ്മാനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായൊരു പാട്ടാണ്. നമ്മളിപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്, പാട്ടിനോട് നല്ല അഭിപ്രായമുണ്ട്. തീർച്ചയായും ഒരു ഹിറ്റാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അല്ലേ മെഹ്താബ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ഈ ചിത്രത്തിൻ്റെ പേര് പാത്തുമ്മയുടെ ആടെന്നാണല്ലോ. കൂടുതലും ആൾക്കാർ ഇതിനെ കേൾക്കുമ്പോൾ പാത്തുമ്മയുടെ ആടെന്നാണ് കരുതുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം? ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചതാണ്. അതായത് ഈ പാത്തുമ്മയുടെ ആളെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആദ്യം വേറൊരു പടമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഒരു റൊമാൻറ്റിക് അങ്ങനെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. വളരെ ആദർശമായിട്ട് ഞാൻ അത്യാവശ്യം MT, അതേപോലെ പത്മരാജൻ, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരെയൊക്കെ ഭയങ്കര ആരാധകനാണ്. ഇവരുടെ എല്ലാം എൻ്റെ വീട്ടിൽ തന്നെ അതിൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പുതിയ പടത്തിന് ഇങ്ങനെ പേരിടുമെന്ന് ആലോചിച്ച് ഇങ്ങനെ അപ്പോൾ എനിക്ക് കോൾ വന്നിരിക്കുക. കൊച്ചിയിൽ നിന്ന്, ഞാൻ കണ്ണൂരാണ്, കോൾ വന്നിരിക്കുക. പുതിയ പടത്തിൻ്റെ പേര് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പടത്തിൽ കഥയൊക്കെ സെറ്റായി, പക്ഷേ വളയം റെഡിയാണ്, ടൈറ്റിലില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകം കാണുന്നത്. പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം കണ്ടപ്പോൾ അതിൻ്റെ ആട് മാറ്റി ഞാൻ ആളിലേക്ക് പോയിട്ട് അതിലേക്ക് കഥ എത്തിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഈ 1 ലൈൻ സ്റ്റോറിയെ തിരക്കഥയാക്കി വരുമ്പോൾ ഈ പേരിലേക്ക് ജനറേറ്റ്, അതായത് ആള് ആരാണ്, ഈ പാത്തുമ്മയുടെ ആളാരാണ് എന്നുള്ളതിലേക്ക് കഥ തിരിച്ച് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ കൊടുത്തപ്പോൾ തന്നെ ഇത് കൊള്ളാം. കാരണം ആര് കേട്ടാലും ആദ്യം കേൾക്കുന്നത് തീർച്ചയായിട്ടും പാത്തുമ്മയുടെ ആടാണെന്ന് എന്നോട് പലയാളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സിനിമയിൽ തന്നെ നമ്മുടെ MLA അവരൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസിങ് ആയിട്ട് ചെയ്യുന്നത്. PA ഖാലിദും സാമിയൊക്കെ കൂടി. ഈവൻ എനിക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണ ആദ്യം വന്നുപോയി. പാത്തുമ്മയുടെ ആടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. സാർ അപ്പം ആ ഒരു പേര് എന്നോട് പറയുന്നത് വരെ ഞാനും ചിന്തിച്ചത്. നമ്മുടെ കൊച്ചിയിലെ MLA മാക്സി സാറ് ഇതിൽ അഭിനയിച്ചിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അന്ന് ഫംഗ്ഷന് വന്നപ്പോഴും പുള്ളി ധരിച്ചിരുന്നു പാത്തുമ്മയുടെ ആട് എന്ന് തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് പുള്ളിയും കൺഫ്യൂഷനായി. പാത്തുമ്മയുടെ ആള് എന്താണ് ആള് എന്ന് ഉദ്ദേശിച്ച് അവരും ചോദിച്ചിരുന്നു. അപ്പോൾ വ്യക്തമായ മറുപടി ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ ആ ടൈറ്റിലും നമ്മുടെ സബ്ജക്റ്റും വളരെ ഭംഗിയുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ടൈറ്റിൽ ഇടുന്നതിന് മുന്നേ ഇതുമായിട്ട് കമ്പാരിറ്റീവ്ലി എന്തെങ്കിലും ബന്ധമുള്ളൊരു കഥയായിരുന്നോ? തീർച്ചയായിട്ടും അതെ. കഥ പാത്തുമ്മ എന്ന് പറയുന്ന ഒരാളെ വെച്ച് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയത്. പക്ഷേ ഈ പാത്തുമ്മയുടെ ആള് എന്നൊന്നും അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളിലേക്ക് ഞാൻ എത്തിക്കുകയായിരുന്നു. കാരണം ആ ഒരു ടൈറ്റിലിനെ ഭംഗിയാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. പിന്നീടാണ് തിരക്കഥ വന്നപ്പോൾ, ഞാൻ തന്നെയാണ് എൻ്റെ തിരക്കഥ ചെയ്തത്. തിരക്കഥ വന്നപ്പോൾ പേരിലേക്ക് തിരക്കഥ എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇതില് പുതുമുഖ നടന്മാരാണോ അതോ എല്ലാവരും പുതുമുഖങ്ങളാണ്. വളരെ 3-4 പേര് മാത്രമേ സിനിമയിൽ ഓൾറെഡി ഉള്ള ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം പുതുമുഖങ്ങൾ തന്നെയാണ്. നമുക്ക് അതുകൊണ്ടാണ് ഒരുപക്ഷെ സിനിമ നമ്മളിപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു നടന്മാരെ വെച്ച് ചെയ്യുന്നതും പുതിയ ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ എന്താ വെച്ചാൽ നമുക്ക് ടൈം വേസ്റ്റ് ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2ാമത്തെ ചിത്രമാണല്ലോ ഇത്. ആദ്യത്തെ ചിത്രത്തിലും കൂടുതൽ ഫോക്കസ് ചെയ്തത് പുതുമുഖങ്ങളെ തന്നെയായിരുന്നു. പുതുമുഖങ്ങൾ തന്നെയായിരുന്നു ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ നമ്മളത് വേറൊരു ഇഷ്യൂസുമായിട്ട് ഒരു കേസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടൊരു കേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പടം നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷെ പടം ഷൂട്ടൊക്കെ നടന്നു. പറയുകയാണെങ്കിൽ ഇതായിരിക്കും ഇതാണ് ശരി ഇൻഡിപെൻഡന്റ് ഫസ്റ്റ് മൂവി ഇതാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതുള്ളത്. എന്താണ് ഈ പുതുമുഖങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ളൊരു? അല്ല, അത് ഈ സബ്ജക്റ്റിന് നമുക്ക് വേറൊരാൾ ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്നോട് ഇവർ പ്രൊഡ്യൂസേഴ്സ് പറയുമ്പം തന്നെ
ചില ആളുകളെ ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞത്, ഇവരെ വെച്ച് ചെയ്യണം, ഇവർക്ക് വേണ്ടിയാണ് ഈ പടം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തൊരു പടം. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഈ പടത്തിൽ ഇന്ന ആള്, ഇന്ന നടൻ, ഇന്ന് ഇത്രയും പബ്ലിക്കുള്ള ഒരാളെ വെച്ചാണ് എന്നുള്ളൊരു കൺസെപ്റ്റേ ആയിരുന്നില്ല. എൻ്റെ അടുത്ത് പ്രൊഡ്യൂസേഴ്സേ പറഞ്ഞത് ആളുകളെ ചൂണ്ടിക്കാട്ടിയാണ് പറഞ്ഞത്, ഇവരെ വെച്ച് പടം ചെയ്യും, ഇവർ ചെയ്യണം എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ഈ പടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചാൻസ് വെച്ച് വന്നിട്ടുണ്ടോ അവരാരെയും ഞാൻ വെറും കൈയോടെ വിട്ടിട്ടില്ല. എല്ലാവർക്കും ഓരോ ചെറിയ ചെറിയ ക്യാരക്ടറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് പല ആളുകളും ഇതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടാണ് എല്ലാവരും പോയിരിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് മൂവി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പല സീൻസും നമുക്ക് വേറൊരു രീതിയിൽ പോയി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടാതെ തന്നെ പല സീൻസും എൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ടി വന്നു. കാരണം ചില സീൻസിൽ, എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല, ചിലത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പ്രൊഡ്യൂസറോട് തന്നെ ഞാൻ പറയേണ്ടി വന്നു. ഇതിൽ 3 മെയിൻ പാട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ പാട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? പാട്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് മലബാറി സോങ് ഉണ്ട് 2 പാട്ട്. അത് നമ്മൾ പഴയ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ പണ്ട് കാലത്ത് കേട്ടും നമ്മൾ ഒരുപാട് ആസ്വദിച്ച മാപ്പിളപ്പാട്ടിൻ്റെ റീമിക്സാണ് 2 പാട്ട് ചെയ്തത്. ഇപ്പോൾ ചേലത്തൊളി എന്നുള്ളൊരു പാട്ടും മനസ്സിൻ്റെ ഉള്ളിൽ നിറ പാട്ടും. ഇത് രണ്ടും ഇതിനോടകം യൂട്യൂബിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുക. ഇത് ഒരുപാട് വ്യൂവേഴ്സും അഭിപ്രായങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. സ്പീഡ് ഓഡിയോസ് ദുബായിൽ വെച്ചാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചിത്രീകരണം ഒക്കെ എവിടെയായിരുന്നു? ഒക്കെ കൊച്ചിയാണ്. എല്ലാം കൊച്ചി തന്നെയാണ്. മുഴുവൻ പടത്തിന്റെ തുടങ്ങി അവസാനിപ്പിച്ചത് മുഴുവൻ കൊച്ചി. നമ്മളെ സബ്ജക്റ്റ് കൊച്ചിയാണ്. കൊച്ചിയിൽ നടക്കുന്ന ഒരു സംഭവമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലെ സിംഗേഴ്സ് മെഹ്താബ്, അതേപോലെ നിസാം തളിപ്പറമ്പ്, 2 പേരാണ് ഇതിൽ പാടി. ലിറിക്സും കാര്യങ്ങളൊക്കെ ആരാണ്? ലിറിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ചെയ്തല്ലോ, നമ്മുടെ KGF ചെയ്ത മെഹബൂബ എന്നുള്ള പാട്ട് അദ്ദേഹമാണ് ഇതിന്റെ ലിറിക്സൊക്കെ ചെയ്തത്. അതേ ആ ഒരു വൈബില് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുണ്ട് പാട്ട് നമ്മൾ കേട്ടെടുത്തോളം നമുക്ക് പാട്ടിന് നല്ല അഭിപ്രായമുണ്ട്. ആക്ച്വലി ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ 3ാമത്തെ സോങ്ങിന്റെ റിലീസും കൂടെ ആയിരിക്കും ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സോങ് പാടിയത് നമ്മുടെ ഭാവി ഗായിക നമ്മൾ ഇപ്പോഴേ മെയിനായിട്ട് ഒരു നല്ലൊരു ഗായികയാണ്. ഇതിനോടൊക്കെ തന്നെ എല്ലാവർക്കും ഭയങ്കര പരിചിതമായ ഒരു വോയിസ് ആയിരിക്കും മെഹ്താബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേയേറെ അല്ലേ, അത്യാവശ്യം ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു കുറേയധികം പാട്ടുകൾക്ക് ഉടമയായി തന്നെ മാറിയിട്ടുണ്ട് മെഹ്താബ് എന്ന് പറയുന്നത്. അപ്പം മെഹ്താബിന്റെ ഈ ഒരു ചിത്രത്തിലെ ആ ഒരു പാട്ടും അതിന്റെ വിശേഷണങ്ങളും ഒക്കെ തന്നെ നമുക്ക് പുള്ളിക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് മെഹ്താബ്. ഹലോ. അപ്പം ഞങ്ങൾ സംസാരിച്ചൊക്കെ കേട്ടല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ ഇങ്ങനെ ഒരു പാട്ട് പാടിയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മൂവിയിൽ പാടിയിട്ട് ഒരുപാട് ലാഗിന് ശേഷമാണ് എനിക്ക് ഈ ഒരു മൂവിയിൽ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. പിന്നെ ഇതിൻ്റെ മ്യൂസിക് കേട്ടപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു മ്യൂസിക് കിട്ടിയിട്ടില്ല. പിന്നെ ഡുവറ്റായിട്ട് നല്ലൊരു സംഗീതം ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി കേട്ടപ്പോഴാണ് എനിക്കിത് എന്തായാലും ഡുവറ്റ് സോങ് ആയിരുന്നു. ഡുവറ്റ് സോങ് ആണ്. നിസാം ആയിരുന്നു ഫസ്റ്റ് മൂവി അല്ല. ഇപ്പൊ ഇതുവരെ എത്ര മൂവിയിൽ ചെയ്തിട്ടുണ്ട്? ഇതുവരെ 4 മൂവി, പിന്നെ ഷോർട്ട് മൂവീസും ആൽബംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ചിത്രത്തിന്റെ പാട്ടിന്റെ ഒരു 3ാമത്തെ പാട്ട് അല്ലേ, 2 ഓൾറെഡി റിലീസ് ചെയ്തു. അപ്പം ഈ പാട്ടിന്റെ റിലീസിംഗും കൂടിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് മെഹ്താബ് ആ ചിത്രത്തിലെ പാട്ട് ഒന്ന് പാടും. ആക്ച്വലി ഇത് ഡുവറ്റ് സോങ് ആണ്. അപ്പോൾ 2 കൂടി ഞാൻ ഇപ്പോൾ പാടും. ഓക്കെ. വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. അപ്പം ചിത്രത്തിൽ ഈ ഒരു 3 സോങ് ആണ് അല്ലേ മേലിൽ നിൽക്കുന്നത്. മെഹ്താബ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര നാളായി, എത്ര വർഷമായി ആക്ച്വലി പാട്ടിന്റെ ലോകത്തേക്ക് എത്തിയിട്ട്? ആക്ച്വലി എൻ്റെ 12ാം വയസ്സിലാണ് ഞാൻ പാട്ട് പാടി തുടങ്ങുന്നത്. ഇപ്പം എനിക്ക് 18 വയസ്സുണ്ട്. അപ്പോൾ
12, 13, 14, 15, 16, 17, 7 കൊല്ലം. ഓക്കെ, നിരവധി അവാർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മഹ്താബിൻ്റെ വീട്ടിൽ കണ്ടു. ഞാൻ മഹ്താബിൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷെൽഫിൽ നിറയെ അവാർഡ്സും അച്ചീവ്മെൻറ്റ്സും ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ടൊന്ന് പറയുമോ, ആ ഒരു ജേർണിയെ കുറിച്ചിട്ട്? ഫസ്റ്റ് ഞാൻ ഹിന്ദി സോങ്സിനാണ് പ്രിഫറൻസ് കൊടുത്തിരുന്നത്. ഹിന്ദി സോങ്സാണ് ബിക്കോസ് പ്രോപ്പർ മലയാളി അല്ല, ഫ്രം ഗുജറാത്തി കച്ചീസാണ്. അപ്പോൾ ഹിന്ദി സോങ്സാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഫാമിലിയിലത്തെ എല്ലാവരും, എൻ്റെ ഉമ്മയായാലും അബ്ബയായാലും അബ്ബയുടെ ഫാമിലി ആയാലും എല്ലാവരും പാട്ടിനായിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു വേയിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ വല്യുപ്പ, എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, മക്കളെ പഠിപ്പിച്ച് പാട്ട്, പക്ഷെ അവർക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല, നീ ആകണം. പിന്നെ എന്നെ TV-യിൽ മുഹമ്മദ് റാഫി സാഹിബിൻ്റെയും ലതാ മങ്കേഷ്കറിൻ്റെയും ഓൾഡ് ഹിന്ദി സോങ്സ് രംഗോലിയൊക്കെ ഇല്ലേ, അതൊക്കെ TV-യിലിട്ട് എന്നെ കേൾപ്പിക്കും. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പാടാം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കണത് തന്നെ ശനിയാഴ്ച കാലത്ത് ഇങ്ങനെ രംഗോലി TV-യിൽ വന്നിട്ടാണ്. അപ്പോൾ അത് കേട്ട് പിന്നെ ഞാനും കൂടെ പാടാൻ തുടങ്ങി. പിന്നെ ഈ റെസിഡൻസിൻ്റെയൊക്കെ ചെറിയ പ്രോഗ്രാം വരില്ലേ, കോളനീൻ്റെയൊക്കെ, അങ്ങനെ കയറി. പിന്നെ കോമ്പറ്റീഷൻസ് പങ്കെടുത്ത്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കഴിവുള്ള കുട്ടിയാണ്, സോ ഇത് വിടരുത്, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. പാട്ട് പഠിക്കുന്നുണ്ടോ? അങ്ങനെ പോയിട്ട് എൻ്റെ ഒരു വർഗീസ് മാസ്റ്ററിൻ്റെ അടുത്ത് ക്ലാസിക്കലിനെ ചേർത്തി എൻ്റെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അത് 4 കൊല്ലം കണ്ടിന്യൂ ചെയ്തപ്പോൾ എൻ്റെ മാഷ് ആക്ച്വലി മരിച്ചുപോയി. ആ 4 കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. ആ മാഷിനെ കാരണമാണ് എനിക്ക് ഫസ്റ്റത്തെ അബ്രഹാമിൻ്റെ സന്തതികളിൽ ഗോപിസുന്ദർ സാറിൻ്റെ സ്റ്റുഡിയോയിൽ കയറാനും ആ പാട്ടുകളൊക്കെ എനിക്ക് പാടാൻ സാധിച്ചത്. അതായിരുന്നു തുടക്കം? തുടക്കം. അതിനു മുമ്പ് സ്റ്റേജുകളിൽ ഇങ്ങനെ ജസ്റ്റ് പ്ലേ ബാക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ മാഷിനെക്കാരനായിരുന്നു. മാഷ് പോയതിന് ശേഷം എനിക്ക് ഫിലിമിൽ പാടാനുള്ള ഇത് കിട്ടിയില്ല. ബട്ട് സ്റ്റേജസ് ചെയ്യും, പുറത്ത് ചെയ്യും, കേരളത്തിന് പുറത്തൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യും. അതിന് ശേഷം കബീർ അങ്കിളാണ്. നിരവധി ഫാൻ ബേസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. എവിടെയാണ് കൂടുതലും? കേരളത്തിലാണോ അതോ? കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് എനിക്ക്, കാരണം ഹിന്ദി സോങ്സ് അല്ലേ പാടുന്നത്. ഒരു ഏറ്റവും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കൂടുതലും ഇഷ്ടം തോന്നിയൊരു പാട്ടുണ്ടാവുമല്ലോ, അത് ഒരു 4 വഴി നമുക്ക് വേണ്ടി പാടാം. മുഹമ്മദ് റാഫി സാഹിബിൻ്റെ പാട്ടായിരിക്കും. ഓക്കെ. चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो. അപ്പം മഹ്താബിൻ്റെ പാട്ടൊക്കെ നമ്മൾ കേട്ട്, വളരെ മനോഹരമായ ശബ്ദത്തിനുടമ തന്നെയാണ് മഹ്താബ്. ഇതുകൊണ്ട് തന്നെ മികച്ച കുറേ അച്ചീവ്മെൻറ്റ്സ് മഹ്താബിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? എനിക്ക് 2019 റഫി രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ FB-യിൽ എൻ്റെ പാട്ടുകൾ പോസ്റ്റ് ചെയ്ത്, ഞാൻ കൂടുതലും മുഹമ്മദ് റാഫി സാഹിബിൻ്റെ പാട്ടുകൾ പാടാറുള്ളതുകൊണ്ടിട്ട് റഫി ഫാമിലി അത് കണ്ട് എപ്പോഴും അവർ ആ അവാർഡ് കൊടുക്കണതാണ്. ഇതിനു മുമ്പും SPB സാറിന് കിട്ടിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അത് എനിക്കാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൽ പാടിയതിന് എനിക്ക് ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ അവാർഡ് കിട്ടിയിട്ടുണ്ട് മീഡിയ സിറ്റിയുടെ. പിന്നെ BBC നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് വ്യത്യസ്ത ലാംഗ്വേജിലെ സോങ്സ് ഒരു വേദിയിൽ ഒറ്റയടിക്ക് പാടി. അങ്ങനെയുണ്ടല്ലേ? അപ്പം ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ഒന്ന് പരീക്ഷിച്ചാലോ? ഓക്കെ. പല ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മറാഠി, ഹിന്ദി, പഞ്ചാബി, തെലുങ്കു, തമിഴ്, ഗുജറാത്തി. ഓക്കെ, നമുക്ക് ആ ഒരു പാട്ടും കൂടി മഹ്താബിൻ്റെ കേൾക്കാം. കായമെങ്കും തന്നാലെ ആര് പോണ മായം എന്ന പൊന്മാലേ പൊന്മാനേ, എന്ന കായമാണ് പോതും ഉന്മേനി താങ്ങിക്കൊള്ളും ഉന്തൻ മേനി താങ്കാத சந்தேனே, எந்தன் காதல் என்னவென்று சொல்லாமல் ஏக ஏக அழகே வந்தது, எந்தன் சோகம் உன்னை தாகும் என்றெந்தும் போதம் வந்து அழகே நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா.
അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് നമ്മുടെ പാത്തുമ്മയുടെ ആളിന് വേണ്ടിയിട്ട് മെഹ്താബ് പാടിയ മനസ്സേ എന്ന് പറയുന്ന സോങ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചാനൽ 91ൻ്റെ ഈ ഒരു എപ്പിസോഡിലൂടെയാണ്. അത് എന്താ പറയുക, അത് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. മെഹ്താബ് ഇപ്പോൾ പറഞ്ഞിരുന്നു തൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എവിടെയും തനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത് എന്ന്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. കാരണം കൊച്ചുമോളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തിനും ഇദ്ദേഹം കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ മെഹ്താബ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അഭിനയിക്കാനും അദ്ദേഹത്തിന് ഒരവസരം ലഭിക്കുകയുണ്ടായി അല്ലേ? ചിത്രത്തിൽ നല്ലൊരു വേഷം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ഷക്കീൽ സെയ്ദ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അതിനോടൊപ്പം തന്നെ ഈ ചിത്രത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഞാൻ ക്ഷണിക്കുകയാണ് ഷക്കീൽ സാർ. നമസ്കാരം. കൊച്ചുമകള് പാടിയ സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പം? വളരെ സന്തോഷം. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ കബീർ ആമേരിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ വളരെയധികം സന്തോഷം. എൻ്റെ കൊച്ചുമോള് അതിൽ പാട്ട് പാടി, അതിൽ തന്നെ എനിക്ക് നല്ലൊരു വേഷം, നാരായണൻ എന്നുള്ള പേരുള്ള ഒരു വളരെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഷമാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് തന്നത്. അത് അഭിനയിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിന് മുന്നേ ഏതെങ്കിലും ചിത്രത്തിൽ അഭിനയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ പലരും പോയി. നരേന്ദ്രപ്രസാദ്, സോമൻ, ഇന്നസെൻ്റ് ഏട്ടൻ, ഇങ്ങനെ കുറേ പേരുടെ കൂടെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ സജീവമാകുന്നത് ഇപ്പോഴാണ്. പിന്നെ കുറച്ച് ഷോർട്ട് മൂവീസിൽ ചെയ്തു. പിന്നെ മഴവിൽ മനോരമയുടെ എൻ്റെ അമ്മ സൂപ്പറാണെന്നുള്ള എപ്പിസോഡിൽ, പിന്നെ കിടിലം എന്നുള്ളൊരു എപ്പിസോഡിലൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടി. ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമയുടെ എൻ്റെ അമ്മ സൂപ്പർ എന്ന റിയാലിറ്റി ഷോയിലെ താരം തന്നെയായിരുന്നു മെഹ്താബും മെഹ്താബിൻ്റെ അമ്മ സോണി അസീമും. അപ്പം സോണി ഇദ്ദേഹത്തിൻ്റെ മകളാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അതൊരു വല്ലാത്തൊരു എന്താ പറയുന്നത്, ജനങ്ങളുമായിട്ട് കൂട്ടി ഇഴകിച്ചേർന്നിട്ടുള്ള ഒരു സന്ദർഭം. വളരെ സന്തോഷമായിരുന്നു. കാരണം എല്ലാ ദിവസവും ഷൂട്ടിങ്, കാരണം ഇവർ പോകും. എനിക്കൊരു സ്പെഷ്യൽ എപ്പിസോഡിലാണ് എനിക്കവിടെ എന്നെ ക്ഷണിച്ചത്, ഞാൻ പോയത്. യെസ്, മറ്റിവർ ഫാമിലി ആയിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. ഡെയിലി ഇവരവിടെ താമസിക്കുന്നു, അവിടെ നിന്ന് ക്യാമറയുടെ മുമ്പിലേക്ക് പോകുന്നു. അത് വലിയൊരു സന്തോഷമായിട്ടുള്ള ആ ഒരു ക്രൂ കംപ്ലീറ്റ് എല്ലാവരും വളരെ ഒരു ഫാമിലി ട്രീറ്റ് ആയിരുന്നു. മെഹ്താബിൻ്റെ സംഗീത ലോകത്തേക്ക് ആ ഒരു കൈപിടിച്ചുയർത്തിയത് മെഹ്താബിൻ്റെ വല്യപ്പ, അതായത് സാറാണെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു ആ ഒരു? മെഹ്താബിന് പാടാനുള്ള കഴിവ് ഉണ്ടെന്ന് മനസ്സിലായപ്പം ഞാൻ പാട്ടിനോട് വളരെയധികം കമ്പമുള്ള ആളാണ്. പ്രത്യേകിച്ച് ഓൾഡ് ഹിന്ദി സോങ്സ്. മുഹമ്മദ് റഫീ സാബ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു ക്രേസി ആയി, വളരെ ഞാൻ ദൈവതുല്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് തന്നെ ഈ ഒരു മൂവി എത്തപ്പെടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പം വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു മെഹ്താബിനും വല്യപ്പയ്ക്കും ഈ ഒരു ചിത്രത്തിലൂടെ ലഭിച്ചത് അല്ലേ? ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഗ്രാൻഡ് ഫാദറിന് ഈ ഒരു ചിത്രത്തിലൂടെ ലഭിച്ചത്. എന്താണ് ഈ പാത്തുമ്മയുടെ ആട് എന്ന സിനിമ? പാത്തുമ്മയുടെ ആള് അഭിനയിച്ച അപ്പൊ സോ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഇതിൽ അഭിനയിച്ച വ്യക്തിക്ക് തന്നെ ഈ ഒരു ടൈറ്റില് തെറ്റുപറ്റുന്നുണ്ട്. പാത്തുമ്മയുടെ ആളെന്ന ഈ ചിത്രം വൻ വിജയമാകും. ഇദ്ദേഹത്തിന്റെ കഴിവ് പ്രേക്ഷകർ കാണും. നമുക്ക് എല്ലാവരുടെയും ഈ സിനിമയിലുള്ള എല്ലാവരുടെയും കഴിവുകൾ കാണാൻ എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിന് വേണ്ടിയുള്ള എല്ലാ ആശംസകളും ഞാൻ നൽകുന്നു. സാറ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്നത്. കൂടുതലും ഒത്തിരി കഴിവുള്ള വ്യക്തികൾ അല്ലെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 20ഓളം പുതുമുഖ ആർട്ടിസ്റ്റ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും 20ഓളം പുതുമുഖ ആർട്ടിസ്റ്റ് ഉണ്ട്. ഭയങ്കര ഹാർഡ് വർക്കാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം ഒരു റിസ്ക് ആണ് പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യം. മുന്നോട്ടും ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റു കലാകാരന്മാർക്കൂടെ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മെഹ്താബിന്റെ പാട്ട് നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു മാപ്പിളപ്പാട്ടോട് കൂടി ഈ ഒരു എന്താ പറയുന്നത് നർമ്മ നിമിഷം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ചാനൽ 91ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഈ ചിത്രത്തിൻ്റെയും പാത്തുമ്മയുടെ ആള് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും നിങ്ങൾ ഓരോരുത്തരോടും ഈ ചെറിയ പെരുന്നാൾ ആശംസിക്കുന്നത്.
പൂവാടിക്കകമിലകവിടും മണിമലരശരാലെ കൊഞ്ചുന്ന തരമടി മുടികൾ നെഞ്ചുന്ന വൈദ്യുതി പ്രകാശമിനാലും തോരണം കാമാന്യമിനാലും എന്നാലേ ഹോയ് 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 നിന്നാലേ എങ്ങുമ ഭംഗി മുങ്ങി മുഴങ്ങി മിനുങ്ങി വിളങ്ങി മയങ്ങി മരുങ്ങി അരങ്ങലൊരുങ്ങിയ മംഗലപന്തൻ ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൊട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൊട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം മനസ്സേ തരൂ